ഹായ് കൂട്ടുകാരെ, 2 മാസം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വീട്ടിൽ നിന്ന് ശരിക്കും അടിച്ച് പൊളിച്ചതിന് ശേഷം ഇന്ന് ജൂൺ 1 നമ്മുടെ കുഞ്ഞുമക്കൾ പുതിയൊരു അധ്യയന വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത് ക്രിസ്തുകിരൺ സ്കൂളിലെ ചുണക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ക്രിസ്തുകിരൺ സ്കൂളിലെ അവിടുത്തെ പുതിയ അധ്യയന വർഷത്തെ കുട്ടികൾക്ക് നൽകിയ സ്വീകരണവും അന്നത്തെ അവിടെ നടന്ന പ്രവേശന ഉത്സവ കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പാവക്കുട്ടൻ എത്തിയിട്ടുണ്ട്. എന്തെന്ന് പറയുക, നമ്മുടെ ഇവിടെ ഉള്ള പുതിയ കുട്ടികളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വന്ന കുറേ കുഞ്ഞു മക്കളുണ്ട്, LKG പ്രീ KGയിലൊക്കെ ഉള്ള കുട്ടികൾ. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അവരെ സ്വീകരിക്കാൻ മാത്രമല്ല കേട്ടോ, മൊത്തത്തിലുള്ള എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു പാവക്കുട്ടൻ അവിടെ എല്ലാരെയും സന്തോഷിപ്പിക്കണ്ടേ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമക്കൾ ഇന്ന് കരയാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അവരെ ചിരിപ്പിക്കണ്ടേ, അവരിന്ന് കരയാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പെടാപാടുകളാണല്ലേ. പിന്നല്ലാതെ സ്കൂളുകാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ എനർജി പൂർവ്വം അവർ വൈബാക്കി കൊടുക്കണമെന്നാ പറയുന്നത്. അവർക്ക് വൈബാക്കി കൊടുക്കണമെന്ന് വൈബാക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ ആ ഒരു വൈബ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിജയത്തിൻ്റെ മുന്നോടിയാണ് ഒരു തോൽവി എന്നും, അതുകൊണ്ട് തോൽവി ഒരു കരച്ചിലായി എടുക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ള ചവിട്ടുപടിയാക്കി വിജയത്തിൽ എത്തണമെന്ന്. അതെ, അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ തിരി തെളിക്കണമായിരുന്നു. ആ കൂട്ടത്തിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിയൊക്കെ തെളിച്ച് ഇവിടുത്തെ ഒരു പുതുനാളം, അത് ദീപനാളം അല്ലേ, നമ്മുടെ ഈ വർഷത്തെ ഒരു ദീപനാളം നമ്മുടെ കുഞ്ഞു മക്കളോടൊപ്പം തെളിക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ്, ബിനു സിസ്റ്ററാണ്. അപ്പോൾ ബിനു സിസ്റ്റർ കുറേ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു മക്കളെക്കുറിച്ചും അവർക്ക് വേണ്ടിയുള്ള കുറേ നല്ല കാര്യങ്ങൾ സിസ്റ്റർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കായിട്ടുള്ള നല്ല നല്ല കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സിസ്റ്റേഴ്സും ടീച്ചേഴ്സും അവരെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനായിട്ട് അവർക്കൊരു ഗിഫ്റ്റ് നമ്മുടെ പ്രിൻസിപ്പൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കും കിട്ടി കേട്ടോ ഗിഫ്റ്റ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കുഞ്ഞു മക്കളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ പെർഫോമൻസ്. ഇത് നമ്മുടെ ബോയ്സ് ഹോമിലെ ചുണക്കുട്ടന്മാരാണ് കേട്ടോ. ഇവർ നേരത്തെ അടിപൊളി താരങ്ങളാണ്, ഇവർ കരാട്ടെ ടീമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ഡാൻസൊക്കെ അങ്ങോട്ട് പെർഫോം ചെയ്തു. എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളിവിടെ PT അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോഴും PT അംഗമായിരിക്കുന്ന നമ്മുടെ ഒരു പാസ്റ്ററാണ്, നമ്മൾ ഈ നിൽക്കുന്ന നമ്മുടെ ഒരു ചേട്ടനാണ് ഇവിടുത്തെ PTA പ്രസിഡൻ്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ കുഞ്ഞു മക്കളെയൊക്കെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്തുകിരൺ സ്കൂളിലെ ചുണക്കുട്ടന്മാർ. ഓക്കെ കുട്ടികളും. ഓക്കെ.